ഹലോ ഫ്രണ്ട്സ്, ലാൽസ് കിച്ചൺ ആൻഡ് ബ്ലോഗ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു വെടിച്ചില്ല് താറാവ് കറി ഉണ്ടാക്കിയാലോ, അതും തേങ്ങ വറുത്തരച്ച താറാവ് കറി. അതിനു വേണ്ടിയിട്ട് നമ്മൾ 2 കിലോ വലിപ്പമുള്ള ഒരു നല്ല താറാവിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ തൊലിയും നെയ്യും കളഞ്ഞ് നന്നായിട്ട് മുറിച്ച് കഴുകിയെടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് പെപ്പർ പൗഡർ 1 ടീസ്പൂണ്, ടെർമറിക് പൗഡർ 1/2 ടീസ്പൂണ്, സോൾട്ട് 1 ടീസ്പൂണ്, ലെമൺ ജ്യൂസ് 1 ടേബിൾ സ്പൂണ്, ഗരം മസാല 1/2 ടീസ്പൂണ് എന്നിവയെ അങ്ങോട്ട് ഇടുക. ഇവയെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. മിക്സ് ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂർ നമ്മളിതൊന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചേക്കണം. അതിനുശേഷം നമുക്കിത് ഗ്രില്ല് ചെയ്യാനുള്ളതാണ്. ഇതുപോലെ ഈ പരുവത്തിൽ മസാലയൊക്കെ പിടിച്ച് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നേരെ ഒരു നല്ല പാൻ എടുത്തിട്ട്, അടിവശം കട്ടിയുള്ളൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കണം. അത് തേങ്ങ വറക്കാൻ വേണ്ടിയിട്ടാണ്. അതിനകത്തോട്ട് ഒരു ചെറിയ ഉള്ളി വട്ടത്തെ അരിഞ്ഞങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കതിനകത്തോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം. തേങ്ങാപ്പീര ഇല്ലാത്തവർ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുത്താലും മതി. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. അത് ഡ്രൈ ആണ്, അപ്പം പെട്ടെന്ന് തന്നെ ഇത് വറുത്ത് കിട്ടും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിലോട്ടൊരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കണം. ആഹാ, നല്ല മണമായിരിക്കും ഇപ്പോൾ വരുന്നത്. അതിനകത്തോട്ട് നമ്മൾ 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂണ് ടെർമറിക് പൗഡർ, ഇതെല്ലാം കൂടി ഇട്ട് ഒന്നുകൂടെ ആ പച്ചമണം മാറുന്നത് വരെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിങ്ങനെ എടുക്കണം. ഇപ്പം നന്നായിട്ടായിട്ടുണ്ട്. ഇതിനകത്തോട്ട് കുറച്ച് ഗരം മസാല കൂടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറിയ തീയിൽ വെച്ചേക്കണം. അപ്പം ഇനി നമുക്കിവനെ നേരെ തണുത്തതിന് ശേഷം ഒരു മിക്സർ ഗ്രൈൻഡറിലോട്ട് മാറ്റി അരച്ചെടുത്ത് അവിടെ വെച്ചേക്കുക. അതിനുശേഷം നമുക്ക് ആ പാൻ തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ആ അടി കട്ടിയുള്ള നല്ല പാനിനകത്തോട്ടൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടൊരു 1/2 സ്പൂണ് കടുക് ഇട്ട് കൊടുത്തു. ഈ കടുകൊന്ന് പൊട്ടി വരുന്നുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഹോൾ സ്പൈസസ് നിങ്ങളുടെ കയ്യിലുള്ളത് ഇട്ട് കൊടുക്കുക. ഏലക്ക ഉണ്ട്, കറുവപ്പട്ടയുണ്ട്, അതുപോലെ ഗ്രാമ്പു ഉണ്ട്, ബേ ലീഫുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ആവശ്യത്തിന് തേങ്ങാക്കൊത്ത് എത്ര വേണോ അത് അങ്ങ് ഇട്ട് കൊടുക്കുക. ഒരളവുമില്ല. ഞാൻ ഒരുപാട് തേങ്ങാക്കൊത്ത് 3-4 ടേബിൾ സ്പൂണോളം തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്ത്. അതുപോലെ തന്നെ വെളുത്തുള്ളി ഞാൻ എടുത്തേക്കുന്നത് വലിയ വെളുത്തുള്ളിയാണ്. ആ വലിയ വെളുത്തുള്ളി അങ്ങനെ തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ടേബിൾ സ്പൂണോളം. അതുപോലെ തന്നെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചറും മുഴുവൻ പച്ചമുളകും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെടുകെ പിളർന്ന പച്ചമുളക് ഒരു 5-6 ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ അതിൻ്റെ കളറൊന്ന് മാറി വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം നമുക്കൊരു 3 സവാള നീളത്തെ അരിഞ്ഞത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇളക്കുക. അതുപോലെ തന്നെ സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി ആണെങ്കിൽ വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തുകൊണ്ട് അങ്ങോട്ട് ഇളക്കുക. പെട്ടെന്ന് അതൊന്ന് വാടി വരും. അപ്പോൾ വേണമെങ്കിൽ ഒന്ന് അടച്ചു വെച്ച് നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു സ്ലൈറ്റ്ലി ഗോൾഡൻ ബ്രൗൺ കളറിലോട്ട് ആവുന്നത് വരെ ഇങ്ങനെ ഇത് തുടർന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഏകദേശം ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളറിലോട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഈ താറാവ് കറിയുടെ പേര് തന്നെ ലാലേട്ടൻ സ്പെഷ്യൽ താറാവ് കറി എന്നാണ്. ഈ സമയം നമ്മൾ ഗ്രില്ലിൽ വെച്ച നമ്മുടെ താറാവ് ഇറച്ചിയുടെ പീസുകളെല്ലാം തന്നെ നന്നായിട്ട് വെൽ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ചെറിയ ജ്യൂസും അതിനകത്തുണ്ട്. ഈ ജ്യൂസ് ഒന്നും കളയാനുള്ളതല്ല. ഈ സമയം നമ്മൾ വറുത്ത് വെച്ചിരുന്ന തേങ്ങ നന്നായിട്ട് അരച്ചുകൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ വഴറ്റി വെച്ചിരിക്കുന്ന സവാളയിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അത് ആ പാത്രം തന്നെ കഴുകി ഇങ്ങോട്ടങ്ങ് ഒഴിക്കാം. ഒട്ടും കളയേണ്ട, ഒരു ശകലം പോലും എൻ്റെ ഗ്രേവി കളയേണ്ട. നമുക്ക് ഇപ്പോൾ ഒഴിച്ച് വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ തീയിൽ വെച്ചേക്കാണ്. ഇത് തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ നല്ല അതിൻ്റെ സ്മെല്ലൊക്കെ അങ്ങ് പുറത്തോട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ താറാവിറച്ചി അതിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നും പേടിക്കേണ്ട, നന്നായിട്ട് മിക്സ് ചെയ്തോളൂ. നല്ല വെടിച്ചില്ല് കറിയാണ്. ഈ കറിയുടെ മണം, ഈ താറാവുകറിയുടെ മണം ഈ ഏരിയയിൽ മൊത്തം പരന്നിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഈ ലാലേട്ടൻ്റെ സ്പെഷ്യൽ താറാവ് കറി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അല്ല, അടിപൊളിയാണ്, ഒന്നും പറയാനില്ല, സൂപ്പർ. സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.